റീബർത്ത് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഹീലിംഗുമായി സംബന്ധിച്ച മറ്റൊരു വിഷയമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഹീലിംഗ് ഒരു മാജിക് ആണോ എന്ന് എന്നോട് ഒരാൾ ചോദിക്കുകയുണ്ടായി. അതിൽ ഹീലിംഗിൽ കൂടെ എല്ലാവിധ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ സാധിക്കുമോ, ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അനുഭവിക്കുന്ന പ്രോബ്ലംസ് മാത്രമല്ല ഒരു ഹീലിംഗ്സിൽ ക്ലിയർ ആവുക, അതോടനുബന്ധിച്ച് നമ്മുടെ പൂർവജന്മ കർമാസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഹീലിംഗിൽ കൂടി മാറിപ്പോകുമെന്ന് ഞാൻ ഇതിനോടകം പറയുകയുണ്ടായി അല്ലെ. അപ്പൊ ഹീലിംഗ് എങ്ങനെയാണ് ഒരു മാജിക് ആകുക? ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും യഥാർത്ഥത്തിൽ ഒരു മാജിക് തന്നെയാണെന്ന് പറയാം, ഒരുവിധം അങ്ങനെ പറയാം. കാരണം ഹീലിംഗിൽ സംഭവിക്കുന്നത് അത്ഭുതകരമായ കാര്യങ്ങളാണ്. ഒരുപാട് നാളുകളായിട്ട് ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം കാരണം വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഹീലിംഗ് സെക്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല റിലാക്സേഷൻ കിട്ടാറുണ്ട്. ആ വ്യക്തി കാമാൻ കൂളായിട്ട് കിടന്നുറങ്ങുകയും പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പോവുകയും ചെയ്യും. എപ്പോൾ? ഹീലിംഗിനോടൊപ്പം തന്നെ മെഡിറ്റേഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. കാരണം ഹീലിംഗ് എന്ന് പറയുന്നത് ഓറ ക്ലെൻസിങ്ങും ചക്ര ഓപ്പണിങ്ങും ഒക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി. ഇതിനോടകം മറ്റുള്ള വീഡിയോയിൽ കൂടി ഞാൻ പറയുകയുണ്ടായി. അപ്പൊ എങ്ങനെയാണ് ഹീലിംഗ് ഒരു വ്യക്തി അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിപ്പിക്കുന്നത്? ഒരു ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം മെഡിറ്റേഷൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു വിപത്ത് വരാനിരിക്കുകയാണെങ്കിൽ ആ വിപത്തിനെ ഓട്ടോമാറ്റിക്കലി ചെറിയ എന്തെങ്കിലും ഇൻസിഡന്റ് ആക്കി മാറ്റിക്കൊണ്ട് അന്നേ ദിവസം അതിനെ തരണം ചെയ്ത് പോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഹീലിംഗിന് മുമ്പത്തെ ലൈഫും ഒരു ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്ത് മെഡിറ്റേഷൻ ഒക്കെ ഫോളോ ചെയ്ത് തുടങ്ങുന്ന സമയത്തെ ലൈഫും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഹീലിംഗിന്റെ ഒരു ടൈമിൽ നമ്മുടെ ബാഡ് കർമാസ് നമ്മുടെ കൂടെ ഒരുപാട് നിൽക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാരെല്ലാം ഒരുപാട് നെഗറ്റീവും ടോക്സിക് പേഴ്സൺസും ഒക്കെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ ഒരു ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്തു പിന്നെ ഒരു മെഡിറ്റേഷൻ കൂടെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമില്ലാത്ത ആൾക്കാരെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തും യൂണിവേഴ്സ്. അതാണ് ഒരു ഹീലിംഗിൽ കൂടി നടക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, ഒന്നാമതും രണ്ടാമതൊന്നും പറയാൻ കഴിയില്ല, ഇതെല്ലാം അതിനോടനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളാണ്. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, മെഡിസിൻസ് ഫോളോ ചെയ്തിട്ടും മാറിപ്പോകാത്ത എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ട്. ഒരു ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്ത് മെഡിറ്റേഷൻ ഫോളോ ചെയ്യുന്ന സമയത്ത് കാലക്രമേണ ഒരു 3 മാസം 4 മാസം ഒരു 6 മാസങ്ങൾക്ക് ഇപ്പുറത്തേക്ക് ആ മെഡിസിൻസിന്റെ തീവ്രതയൊക്കെ ഒന്ന് കുറഞ്ഞ് ചിലപ്പോൾ അത്ഭുതകരമായ രീതിയിൽ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയും ശരീരം പൂർവാധികം സ്ട്രെങ്ത് ആയിട്ട് മാറുകയും ചെയ്യും. ഇതൊരു ഹീലിംഗിന്റെ ഒരു പ്രത്യേകതയാണ്. അത് 100% ഷുവർട്ടിയോട് കൂടി എനിക്ക് പറയാൻ സാധിക്കും. ഒരു ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്താൽ ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് എനിക്ക് 100% ഷുവർട്ടിയോട് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ച് ഒരു ക്വസ്റ്റ്യൻ വരികയുണ്ടായി. 100% ഷുവർട്ടി ഒരു മെഡിസിൻസിനും അല്ലെങ്കിൽ ഒരു ഇതിനും 100% ഷുവർട്ടി കൊടുക്കുന്നില്ല. പക്ഷേ ഒരു ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്ത് നമ്മൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ലൈഫ് ലോങ് നമ്മൾ മെഡിറ്റേഷൻ 15 മിനിറ്റ് നേരം നമ്മൾ മെഡിറ്റേഷന് വേണ്ടി മാറ്റി വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ആ വ്യക്തിയെ വിടുക. അല്ലെങ്കിൽ ആ വ്യക്തിയോട് ഞാൻ ലൈവ് സെക്ഷനിൽ പറയും, ഹീലിംഗ് കഴിഞ്ഞിട്ട് പറയും, നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം, ഇന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് എനിക്ക് 100% ഷുവർട്ടിയോട് കൂടി പറയാൻ സാധിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനുള്ള കഴിവ് ഓട്ടോമാറ്റിക്കലി ലഭിച്ചിരിക്കുന്നുവെന്ന് പറയാൻ സാധിക്കും. അത് എന്റെ കഴിവല്ല, മറിച്ച് നിങ്ങളുടെ മെഡിറ്റേഷന്റെ പവറാണ്. ഒരു ഹീലർ ചെയ്യുക എന്താണ്? ഓറ ക്ലിൻസിക്ക്, ചക്ര ഓപ്പണിങ്, അതോടൊപ്പം തന്നെ പൂർവ്വജന്മ കർമാസ് ഒക്കെ റിമൂവ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഒരു ഹീലർ ചെയ്യും. ഒരു ഹീലർ അത്രയും ചെയ്യുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ക്ലയന്റ് ആണ്. അപ്പൊ ഇത്രയും ഹീലറുടെ ആ ഒരു ഹീലിംഗ് സെക്ഷനും പിന്നെ ക്ലയന്റിന്റെ ആ ഒരു ലൈഫ് സ്റ്റൈലും കൂടെ മാനേജ് ചെയ്ത് പോകുന്ന സമയത്ത് 100% ഷുവർട്ടിയോടെ എനിക്ക് പറയാൻ സാധിക്കും, നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിൽ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാജിക് പോലെ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് മുതൽ അങ്ങ് ഒരു 50 കോടി വന്നു ചേരും അല്ലെങ്കിൽ 1 ലക്ഷം ഡെയിലി വന്നു ചേരുമെന്നൊന്നും ഞാൻ പറയില്ല. മറിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കൂടി നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ കഴിയും. നിങ്ങളുടെ വീടിന്റെ അറ്റ്മോസ്ഫിയറിൽ ചേഞ്ച് വരുത്താൻ കഴിയും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് വരുത്തിക്കൊണ്ട് കാലക്രമേണ അധികം വൈകാതെ തന്നെ ഒരു 3 മാസം 4 മാസം ഇത്രയും ടൈമിനപ്പുറത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നത്തെ ഒരു ലൈഫും
മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ലൈഫും ഹീലിംഗ് സെക്ഷനും മെഡിറ്റേഷനും കണ്ടിന്യൂ ചെയ്ത് ആ ഹീലിംഗ് സെക്ഷൻ കഴിഞ്ഞ് മെഡിറ്റേഷൻ കൂടെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ക്യാരക്ടറിൽ ചേഞ്ച് വന്നിരിക്കുന്നു, നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ ചേഞ്ച് വന്നിരിക്കുന്നു, എന്തിന് നിങ്ങളുടെ സംസാരത്തിൽ ചേഞ്ച് വന്നിരിക്കുന്നു, നിങ്ങൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഞാൻ വർക്ക് ചെയ്ത സമയത്ത് ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് വന്നു. ആ കസ്റ്റമർ വന്ന് ഒരുപാട് സംസാരിക്കുകയും എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ബോഡി എനിക്ക് ഭയങ്കര തടിയായിരുന്നു. ഇപ്പോഴും തടിയുണ്ട്, എന്നാലും ഭയങ്കര വൃത്തികെട്ട രീതിയിൽ ഓവർ വെയിറ്റ് ആയിരുന്നു. ആ സമയത്ത് ആ കസ്റ്റമർ വന്ന്, അവർ ലണ്ടനിലോ എവിടെയാന്ന് തോന്നുന്നു, വന്ന് ഒരുപാട് സംസാരിക്കുകയും വളരെ പോസിറ്റീവായ രീതിയിൽ തന്നെ എന്നെ ഒരുപാട് കളിയാക്കുകയും ഞങ്ങൾ ഒരുപാട് ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോയി. ഒരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അവരവിടെ വരികയും എന്നെ വന്ന് കാണുകയും ചെയ്ത സമയത്ത് അവർക്ക് എന്നെ മനസ്സിലായില്ല. പക്ഷെ അവരെന്നെ തേടി വരികയും ഇന്ന വ്യക്തി എന്നെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ അവരുടെ മുന്നിലേക്ക് ചെല്ലുന്ന സമയത്ത് അവർക്ക് എന്നെ മനസ്സിലായില്ല. അവര് പറഞ്ഞു ഒരുപാട് ചേഞ്ചസ് വന്നിരിക്കുന്നു, എന്ത് മിറാക്കിളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് മിറാക്കിളൊന്നുമില്ല, പണ്ടത്തേനേക്കാൾ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു സ്വയം ഹീലിംഗ്, സെൽഫ് ഹീലിംഗ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചേഞ്ചസ് ആണ് അവർ പറയുമ്പോഴാണ് എനിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ ഒരുപാട് ചേഞ്ചസ് വരും. ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ സ്ഥിരമായിട്ട് പ്രോബ്ലംസ് ഉണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തിക്ക് ഒരു ഹീലർക്ക് വന്ന് അതിനെ റിമൂവ് ചെയ്ത് മാറ്റാൻ കഴിയില്ല. മറിച്ച് ഒരു ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്ത് പിന്നെ മെഡിറ്റേഷനും കൂടെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു 3 മാസങ്ങൾക്ക് ശേഷം ഇതിനകത്ത് ഒരുപാട് വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്, വലിയൊരു മിറാക്കിൾ സംഭവിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾ അതിന്റെ ആ ഒരു മിറാക്കിൾ അനുഭവിച്ചറിയണമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പവർഫുൾ ആണ്. നിങ്ങളെ യൂണിവേഴ്സുമായിട്ട്, നിങ്ങളെ ആ ഗോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒന്നാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മെഡിറ്റേഷൻ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഹീലർ അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളിൽ ചെയ്തു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. നിങ്ങൾക്കുള്ളിലെ എനർജിയുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കുന്നു. നിങ്ങൾ മെഡിറ്റേഷനിലൂടെ ആ എനർജിയുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ പ്രോബ്ലംസ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സുഖകരമായി മുന്നോട്ട് പോകാനുള്ള വഴി യൂണിവേഴ്സ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബാഡ് കർമാസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയത്ത് അതിന്റെ ആഴം കുറയ്ക്കാൻ ഈ മെഡിറ്റേഷന് സാധിക്കും. അപ്പൊ ഇതെല്ലാം ഈ മെഡിറ്റേഷനിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇന്നലെ ഞാനൊരു അത്ഭുതകരമായ രീതിയിൽ ഞാൻ എന്റേതായ രീതിയിൽ എൻ്റെ ഒരു കോഴ്സ് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കോഴ്സ് എന്ന രീതിയിൽ അതിനകത്തൊരു മെഡിറ്റേഷന്റെ വേറൊരു ലെവലിൽ ഇന്നലെ ചെയ്യുകയുണ്ടായി. ആ ചെയ്ത സമയത്ത് മുന്നിലിരിക്കുന്ന വ്യക്തി എന്നോട് പറഞ്ഞു ഇന്ന രീതിയിലൊക്കെ അവർക്ക് എനർജി ഫീൽ ചെയ്തു. അപ്പം ആ ഹീലിംഗ് സെക്ഷൻ ഒരു 13 ദിവസമായി ഞാൻ കണ്ടിന്യൂ ചെയ്തു വരുന്ന ഹീലിംഗ് സെക്ഷനാണ്. 21 ദിവസത്തെ ഹീലിംഗ് സെക്ഷനാണത്. ആ സമയത്ത് ഞാൻ എൻ്റെ ക്ലയന്റിനോട് പറഞ്ഞു ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതിന്റെ എനർജി എങ്ങനെയാണ് ഫോം ചെയ്ത് മേഡത്തിന് ഫീഡ് ചെയ്യുന്നതെന്ന് എന്നോട് പറയണമെന്ന് പറഞ്ഞ സമയത്ത് അതേ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ പ്രഡിക്റ്റ് ചെയ്ത എക്സ്പീരിയൻസ് തന്നെ എന്നോട് പറയുകയുണ്ടായി. അപ്പൊ അതൊക്കെ അനുഭവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് എൻ്റെ മെഡിറ്റേഷനിലൂടെ ഞാൻ സാധിച്ചെടുത്ത അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുടെ സാധിച്ചെടുത്ത ഒരു കാര്യമാണ്. ഇതൊരു അത്ഭുതമോ ഇതൊരു മാജിക്കോ ഒന്നും അല്ല. കാരണം ഞാനൊരു മജീഷ്യനോ അല്ലെങ്കിൽ എനിക്ക് ചുറ്റും നടക്കുന്ന ഒന്നും മാജിക് അല്ല, മറിച്ച് നിരന്തരമായ പ്രാക്ടീസ്, നിരന്തരമായ സാധന, ഇതിലൂടെ ഒക്കെ സാധിച്ചെടുക്കുന്ന ഒന്നാണ്. അപ്പൊ നിങ്ങൾക്കും അതൊക്കെ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തേക്ക് വരാൻ മെഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഇതൊരു ഹീലിംഗ് സെക്ഷനോട് അറ്റൻഡ് ചെയ്തതിന് ശേഷമുള്ള മെഡിറ്റേഷൻ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ, എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു? നിങ്ങളെ സ്നേഹിക്കാൻ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു? നിങ്ങൾ അന്നത്തെ ദിവസം, ഒരു ദിവസത്തിന്റെ അവസാനം എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു, എന്തെല്ലാം ആർക്കൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു? നിങ്ങൾ ആരുടെയൊക്കെ മുന്നിൽ തല കുനിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ സത്യസന്ധമായ രീതിയിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ ആ ദിവസത്തിന്റെ അവസാനം? ഞാൻ ഈ തല ഉയർത്തിപ്പിടിക്കുക എന്ന് പ്രത്യേകം പറഞ്ഞതിനൊരു കാരണമുണ്ട്. നമ്മൾ മനുഷ്യരാണ് അല്ലെ, നമ്മൾ ആരുടെയും മുന്നിൽ കള്ളത്തരം കാണിച്ചും ചതി കാണിച്ചും വഞ്ചന കാണിക്കുന്നവർക്കുമാണ് അത് തിരിച്ചറിയുന്ന സമയത്ത് തല കുനിക്കേണ്ടതായിട്ട് വരുന്നത്. പക്ഷെ
നമ്മൾ സത്യസന്ധമായി ജീവിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തതയുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ടെങ്കിൽ ആരുടെ മുന്നിലും തല കുനിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാകുന്നില്ല. അത് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആത്മാഭിമാനത്തോടു കൂടി മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ കഴിയുകയും വേണം. കാരണം എന്താണ്, നമ്മളെല്ലാവരും ബഹുമാനം ആഗ്രഹിക്കുന്നവരാണ് അല്ലെ? അതിനെന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുക. നമ്മൾ കാരണം ഒരു മനുഷ്യജീവിയും വേദനിക്കാൻ ഇട വരുന്നില്ല എന്ന് അന്നേ ദിവസം ഉറപ്പുവരുത്തുക. ഓരോ ദിവസവും നമ്മൾ ഉറപ്പുവരുത്തി മുന്നോട്ട് പോകണം. ആരുടെയും ഒരു രൂപ പോലും വഞ്ചനയിലൂടെയോ ചതിയിലൂടെയോ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ വരുത്തണം. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ദിനം മാറ്റം വരുത്തണം. ഓരോ നിമിഷവും നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെ കഴിയണം. ഇതെല്ലാം മെഡിറ്റേഷന്റെ ഭാഗമാണ്. കാരണം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ യൂണിവേഴ്സുമായിട്ട് അലിഞ്ഞു ചേരുന്ന ഒരു മൊമെന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ എല്ലാം സക്സസിന് പിന്നിലുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവുന്നില്ല, പക്ഷെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയും നിങ്ങളുടെ ദിനചര്യകൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്ന സമയത്ത് ലോ ഓഫ് അട്രാക്ഷൻ ഓട്ടോമാറ്റിക്കലി വർക്ക് ആകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. നിങ്ങൾ ഡിസേർവ്ഡ് ആകും. കാരണം യൂണിവേഴ്സിന്റെ കണക്ക് കൂട്ടലിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്ന് യൂണിവേഴ്സിന് മനസ്സിലാകും. അതും ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ണും പൂട്ടി എനിക്ക് പറയാൻ സാധിക്കും ഹീലിംഗ് ഒരു അത്ഭുതമാണ്, മെഡിറ്റേഷൻ ഒരു മാജിക് ആണ് എന്നൊക്കെ എനിക്ക് പറയാൻ സാധിക്കും. 100% ഷുവർട്ടിയോടുകൂടി എനിക്കിത് പറയാൻ സാധിക്കും. അത് എന്തുകൊണ്ടാണ്? ഞാൻ എന്നെ തിരിച്ചറിയുന്നു, എന്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും അതിന് സാധിക്കും. വളരെ നിസ്സാരമായിട്ട്, ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്കും അതിന് സാധിക്കും. അപ്പൊ ഓരോ ഹീലിംഗ് സെക്ഷനിലും ആ എനർജി പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്രയും ദൂരെ ഒരു ലൈവ് സെക്ഷനിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ കോളിൽ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റിൽ കൂടി ഹീലിംഗ് എടുക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ആ എനർജി പാസ് ചെയ്യുന്നത് അറിയാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു അത്ഭുതം അല്ലേ? അത്രത്തോളം എനർജി യൂണിവേഴ്സിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതല്ലേ എൻ്റെ ഒരു സത്യം, എൻ്റെ ഒരു റിയാലിറ്റി. അപ്പോൾ ഇന്നത്തെ കുറെ സംശയങ്ങൾക്ക് മറുപടി ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഒരു ചിന്തയോടുകൂടി ഞാൻ നിർത്തുകയാണ്. എനിക്ക് 2 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ജെൻസ് ഉള്ളി ഉണ്ട്, ഫീമെയിൽസ് ഉള്ളി ഉണ്ട്. അതിനകത്ത് ശനി ഞായർ 8 to 9 ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷന്റെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ ഹീലിംഗിന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണും വരെ താങ്ക്സ് ഓൾ.